ഇന്ന് രാഹുൽ വിജയൻ ചേരുകയാണ്. എന്താണ് ഈ തൊഴിലാളിയെ പ്രകോപിപ്പിച്ചത്? പരാക്രമം കാറിനോടല്ല വേണ്ടു എന്ന് പറയാൻ തോന്നുന്നു, പറയൂ. ഇന്നലെ വൈകിട്ട് 5:45 കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറാണ് അതിഥി തൊഴിലാളി അടിച്ച് തകർത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. യാതൊരു പ്രകോപനവും ഇല്ലാതെ അതുവഴി സാധാരണ നിലയിൽ നടന്നു വരുന്ന ഒരാൾ ആ കാറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. പിന്നീട് ആ കാറിൽ കുറെ നേരം ചാരി നിന്നു. അതിനുശേഷം അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് ആദ്യം അതിന്റെ സൈഡ് ഡോറിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയാണ്. പിന്നീട് ആ പിൻവശത്തെ ഗ്ലാസ് പൊട്ടിക്കുന്നു. അതിനുശേഷം മുൻവശത്തെ ഗ്ലാസ് പൊട്ടിക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള കല്ലുകൊണ്ട് എറിഞ്ഞെറിഞ്ഞ് ആ വണ്ടി തകർക്കുന്നതിനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നീട് നാട്ടുകാരൊക്കെ ഓടിക്കൂടി അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയും ചെയ്തു. പോലീസ് എത്തുകയും ചെയ്തു. പോലീസ് എത്തിയപ്പോൾ പോലീസിന് നേരെയും ഇയാൾ അക്രമ സ്വഭാവം കാണിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും പോലീസ് ഇയാളെ വിട്ടയച്ചിട്ടുണ്ട്. കട്ടപ്പനയിൽ കട നടത്തുന്ന സജി എന്ന് പറയുന്ന ആളുടെ വാഹനമാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. പോലീസ് പറയുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണോ എന്ന് സംശയമുണ്ട് എന്നുള്ളതാണ്. കാരണം പരസ്പര വിരുദ്ധമായിട്ടാണ് ഈ അക്രമം നടത്തിയ ആൾ സംസാരിച്ചത്. ഹിന്ദിയിലും അതുപോലെ തന്നെ ബംഗാളി ഭാഷയിലും സംസാരിച്ചു. അപ്പോഴൊന്നും കൃത്യമായിട്ടുള്ള മറുപടി ലഭ്യമാകുന്നില്ല. പരസ്പര വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്നാണ് പോലീസ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പേര് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമാവുകയും ചെയ്തിട്ടില്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഈ കട്ടപ്പനയുടെ ഒരു പ്രത്യേകത, കട്ടപ്പനയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളുടെ ഒരു ബാഹുല്യമുണ്ട്. വലിയ തരത്തിൽ അവരുടെ ഒരു ബാഹുല്യമുണ്ട്. മാത്രമല്ല അവർ ഈ മദ്യം കഴിച്ചതിന് ശേഷം ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണോ ഇതെന്നുള്ള സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.